അപ്പോൾ എല്ലാവർക്കും രസികർ വീഡിയോസിലേക്ക് സ്വാഗതം. സാധനം കിട്ടി. അങ്ങനെ നമ്മളെന്തൊരു മീനെ പിടിച്ചിരിക്കുകയാണ്. എനിക്കിതുവരെ ഇങ്ങനത്തെ ചൂണ്ടറിഞ്ഞിട്ട് മീൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ മീനിനെ ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ ചുട്ടെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ നാടൻ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് മീൻ പിടിച്ചുകൊണ്ടാണ് നമുക്ക് മീൻ കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ നാടൻ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ കുറച്ച് മസാലയൊക്കെ തേച്ച് ഈ നാടൻ കഞ്ഞിവെള്ളത്തിൽ മുക്കി ചുട്ടെടുക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ. ഓക്കെ, അത് കാണാം. അങ്ങനെ നമ്മൾ പിടിച്ച കണ്ണമീനെ ഇതുപോലെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, മറ്റേ പ്രിഡേറ്റർ സിനിമയിലത്തെ ആ ജന്തുവിൻ്റെ പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വെട്ടിയരിഞ്ഞു. ഇനി ഇതിനെ ചൂടാനുള്ള അടുപ്പും സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ സെറ്റാക്കും. അത് കാണാം. അപ്പോൾ നമ്മൾ ചൂടാൻ വേണ്ടിയിട്ടുള്ള ഗ്രില്ല് റെഡി, ചൂടാൻ വേണ്ടിയിട്ടുള്ള അടുപ്പ് റെഡി. ഇനി ഇവനെ കുറച്ച് മസാല കൂട്ടണം. ഇതല്ലോ നമ്മുടെ ഗ്രില്ലിൻ്റെ അളവിലുള്ള കറക്റ്റ് കണ്ണമീനാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്. ഇതിന് വലുതാണെങ്കിൽ നമ്മളിത് പുറത്തേക്ക് തല എങ്ങനെ വെച്ചിരുന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കറക്റ്റാണ് കിട്ടിയത്, ഭാഗ്യം. അപ്പോൾ നമുക്കിതിനെ മസാല കൂട്ടാം. ഓക്കെ, നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഫിഷ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പച്ചമുളക്, ചുവന്നുള്ളി, വേപ്പില കൂടി അരച്ച ഒരു പേസ്റ്റ് ഉണ്ട്. പിന്നെ അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ രാവിലെ മേടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കഞ്ഞിവെള്ളം കണ്ടോ, നരഞ്ഞ് പൊങ്ങാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അതയുന്നു. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നമ്മൾ രാവിലെ മേടിച്ചതായതുകൊണ്ട് കഞ്ഞിവെള്ളം അത്യാവശ്യം മൂത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയുന്ന ഡയലോഗിൽ ചിലപ്പോൾ വലിയ മാറ്റം വരും, അത് ക്ഷമിക്കണം. ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ആഹാ, എന്താ മണം. നമ്മുടെ മസാലയൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ പൊളിച്ച് വരഞ്ഞു വെച്ചിരിക്കുന്നവൻ്റെ മേലും മസാല മുഴുവൻ തേച്ച് പിടിപ്പിക്കാം. ഇതല്ലോ, ഈ ഭാഗം ഇങ്ങനെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് പറഞ്ഞേ. അപ്പം നമ്മളെ ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്നിട്ട് തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് കാലും എന്തൊക്കെ ഒന്ന് കഴിക്കുന്നത്. മസാലയൊക്കെ ഇതിലേക്ക് കറക്റ്റായിട്ട് എല്ലായിടത്തേക്കും കയറണം. കാരണം നമ്മുടെ നാടൻ കഞ്ഞിവെള്ളത്തിൽ തേച്ചുള്ള മസാലയാണ്. അങ്ങനെ നമ്മുടെ മീനിൻ്റെ മേലത്തെ മസാലകളെല്ലാം നമ്മൾ തേച്ച് വെച്ചു. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിതിന് വേണ്ട അടുപ്പൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കരിയൊക്കെ ഇട്ടു. ഭയങ്കര ലാഗ്, ടൈം വേസ്റ്റ് ആവുക. അപ്പോൾ നമ്മൾ രാവിലെ മേടിച്ചിട്ടുള്ള നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളം ഇടയ്ക്ക് കഴിക്കണം. അപ്പോൾ നമുക്ക് ടൈം പാസിന് അത് കഴിക്കണം. സംഭവം നമ്മുടെ ക്യാമറമാൻമാരൊക്കെ കസാരയിലിരിക്കുന്നത് കഞ്ഞിവെള്ളം കുടിച്ചിട്ട് കുഴപ്പമില്ല, റെക്കോർഡാക്കിയില്ല എന്നല്ലേ. ഭയങ്കര ചൂടാണ്, ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്ര ചൂട്. നമ്മൾ സാധാരണ മേടിക്കുന്ന കരിയല്ല, വേറൊരു വലിയ ഇതിൻ്റെ കരിയാണ് മേടിച്ചത്. നല്ല ചൂട്. നാളെ മുതൽ അൽഫാമിലൊക്കെ പോവാം. ഇന്ന് നമുക്ക് ഈ അൽഫാമാക്കാം, കണ്ണമീൻ അൽഫാം നമ്മൾ വയ്ക്കാൻ പോണേ. ആയി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിടയ്ക്ക് വരാറുള്ളൊരു സ്ഥലമായിരുന്നത്. ഇത് ചുറ്റുഭാഗം വെള്ളം, ഇവിടെ ഇതിങ്ങനെ കുറച്ച് മണ്ണുണ്ടാവും. പിന്നെ ഇവിടുത്തെ ഒരു മരമുണ്ട്, ഈ മരത്തും ഒരു വയലറ്റ് പൂവൊക്കെ മനോഹരമായ സ്ഥലമായിരുന്നു. ഞങ്ങൾ വീഡിയോ പ്ലാൻ ചെയ്തപ്പോൾ മഴ പെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി, അത്രേ ഉള്ളൂ. ഏകദേശം മുട്ട് വരെ വെള്ളമായിട്ടുണ്ട് ഇവിടെ. എന്നാലും നമ്മൾ വീഡിയോ ചെയ്യാണ്. അപ്പോൾ നമുക്ക് അൽഫാമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഇടയ്ക്ക് ഇങ്ങനെ മസാലയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കണ്ടല്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ നാടൻ കഞ്ഞിവെള്ളം തന്നെ
ഈ ബാക്കിയുള്ള മസാല കൂടെ അങ്ങനെ ഒഴിച്ച് മിക്സ് ചെയ്ത് അതിൽ തേച്ച് കൊടുക്കുക. എന്തായാലും കഴിക്കണവരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, കഴിച്ച് നോക്കിയിട്ട് പറയാം. ഈ വടി വെറുതെ വെച്ചല്ല, നമ്മളിങ്ങനെ നിൽക്കുമ്പേ അതിൽ കൂടെ ഇഴജന്തുക്കളൊക്കെ പോകുന്നു. അപ്പോൾ എന്ത് ജന്തു വന്നാലും അതിനെടുത്തിട്ട് അടുപ്പത്തേക്ക് വയ്ക്കുക, അത്ര ചൂടുണ്ട്. അതുകൊണ്ട് വെച്ചുള്ള എന്താ പുല്ല കുഴപ്പമില്ല. നമുക്ക് ഈ പേടിയുടെ ഇതുള്ളതുകൊണ്ടേ നമ്മളെ ഈ കഞ്ഞിവെള്ളം തന്നെയാണ് ഇതിൻ്റെ മേലെ തേച്ച് കൊടുക്കുക മസാലയിൽ. നല്ല മണം വരുന്നുണ്ട്. നിങ്ങളിത് കഴിച്ചിട്ടുണ്ടാവില്ല, ഈ വീഡിയോ കാണുന്ന ആരും ഇത് കഴിച്ചിട്ടുണ്ടാവില്ല. കാരണം ഞങ്ങൾ പണ്ടൊക്കെ മീൻ പിടിക്കാൻ പോകുമ്പോൾ അവിടെ നിന്നിട്ട് തന്നെ ഉണ്ടാക്കാറുള്ളതാണ്. ആരോ വീഡിയോ എടുക്കാൻ സമ്മതിക്കാറുണ്ടല്ല. നല്ല ചൂടുണ്ട്. പിന്നെ നമുക്കിവിടെ വീശേണ്ട ആവശ്യമില്ല, നല്ല കാറ്റ് വരുന്നുണ്ട് ഇവിടെ. അടിപൊളി സെറ്റായിട്ടുണ്ട്. കുറച്ചും കൂടി കഞ്ഞിവെള്ളം മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഈ ഭാഗത്ത് കൂടി. നല്ല മണമായിരിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കള്ള് ചിക്കൻ നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു ഇപ്പോൾ. ഗംഭീര ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നല്ല ചൂട്. നമ്മൾ ചെറിയ ചാറ്റൽ മഴ പ്രതീക്ഷിച്ച് വന്നതാണ്. മഴ പെയ്യുമ്പോൾ ഈ സാധനം നമ്മളിങ്ങനെ ചെയ്ത് നമ്മുടെ നാടൻ കഞ്ഞിവെള്ളമൊക്കെ കൂടി ഇങ്ങനെ കഴിക്കാമെന്ന് വെച്ചിട്ട് എടുത്തതാണ്. ഇപ്പോൾ അത്യാവശ്യം നമ്മൾ മസാല തേച്ച ഭാഗമൊക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നാടൻ കഞ്ഞിവെള്ളം മിക്സ് ചെയ്തിട്ടുള്ള അൽഫാം. അപ്പോൾ നമ്മളത് നമ്മുടെ അടുപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്കൊരു ഇലയമ്മ വെച്ച് നോക്കാം, തുറന്ന് നോക്കാം. നല്ല ചൂടാണ്. നമ്മളെ അൽഫാമിനെ ഇങ്ങനെ നിവർത്തി വെച്ച് നോക്കുമ്പോൾ ഈ ഭാഗത്ത് കുറച്ച് തട്ടിയിട്ടുണ്ടായിരുന്നു, ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവണം അതേ സംഭവമാണ്. കുറച്ച് കരിഞ്ഞു പോയി, ആ സാധനം കൊണ്ട് കുറച്ച് കരിഞ്ഞിട്ടുണ്ട്. കഴിച്ചു നോക്കാനേ ഇതിനെ ശരിക്കും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചു നോക്കേണ്ടത് നമ്മുടെ ഉപയോഗിച്ച നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെയാണ് നമ്മൾ കഴിക്കേണ്ടത്. പക്ഷേ കഞ്ഞിവെള്ളം മുഴുവൻ കുടിച്ച് ചേർത്തു. അതുകൊണ്ട് ഇനി ഇതിൻ്റെ കൂടെ ടേസ്റ്റ് നോക്കാൻ ഇനി ഒരു കഞ്ഞിവെള്ളം ഇല്ല. ഓക്കെ, ടേസ്റ്റ് നോക്കട്ടെ. ഇത് ഫുൾ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കണം, കൊണ്ടായിട്ട് കഴിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മളിത് കഴിക്കേണ്ടതേ ഈ ഉള്ളിലത്തെ ഒരു കഷ്ണം എടുക്കുക, എന്നിട്ട് പുറമത്തെ ഒരു കഷ്ണം ഒഴിക്കുക, മസാല ഉള്ളതും മസാല ഇല്ലാത്തൊരു കഷ്ണം. അത് നമ്മളിങ്ങനെ കഴിച്ചു നോക്കുക. നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഇത് നമ്മളെ കൂടെ ഉള്ളവർ കഴിക്കും. ഞാൻ കഴിച്ചു നോക്കിയിട്ട് എൻ്റെ പേഴ്സണൽ അഭിപ്രായമില്ല, നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ കഴിച്ചു നോക്കിയിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഇതിൻ്റെ കൂടെ നമുക്ക് സലാഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു ചുവന്നുള്ളി, നമ്മൾ നേരത്തെ കൊണ്ടുണ്ടായിരുന്നു, അടുത്തൊരു ചുവന്നുള്ളി എടുത്തിട്ടാണ് കഴിച്ചത്. വൺ കോംബോ ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭക്ഷണം കഴിക്കുക, എണ്ണയില്ലാതെ അൽഫാമും അടിപൊളിയാക്കിയിട്ട് ഫിഷിനെ ചുട്ട് കഴിക്കാം. ഓക്കെ, ബൈ.